സ്വതന്ത്ര ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ നിയമ പോരാട്ടത്തിനും രാഷ്ട്രീയ ഭൂകമ്പത്തിനുമാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ജയിലിൽ കിടന്ന് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഭരണം നടത്തുന്ന അസാധാരണ പ്രതിഭാസത്തിന് ശാശ്വതമായ അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഭരണഘടനാ 130 ഭേദഗതി ബിൽ 2025 ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതാൻ ഒരുങ്ങുകയാണ്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഈ നിർണായക ബിൽ പാസാക്കിയെടുക്കാനുള്ള ശക്തമായ നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ നിലവിലെ ചില വലിയ പോരായ്മകൾ പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ലിലൂടെ ശ്രമിക്കുന്നത്. നിലവിലെ നിയമപ്രകാരം ഒരു ജനപ്രതിനിധി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ച് ശിക്ഷിച്ചാൽ മാത്രമേ അയാളെ ഔദ്യോഗിക പദവിയിൽ നിന്ന് നീക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നാലും സാങ്കേതികമായി മുഖ്യമന്ത്രി പദവിയിലോ മന്ത്രി പദവിയിലോ തുടരുന്നതിന് നിലവിൽ നിയമപരമായ തടസ്സങ്ങളില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭരണത്തിന്റെ സുതാര്യതയും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ പുതിയ നിയമനിർമ്മാണവുമായി കേന്ദ്രം മുന്നോട്ട് വന്നത്. നിർദ്ദിഷ്ട 130 ഭരണഘടനാ ഭേദഗതി പ്രകാരം രാജ്യത്തെ ഭരണാധികാരികൾക്ക് കർശനമായ വ്യവസ്ഥകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം 30 ദിവസത്തെ സമയപരിധിയാണ്. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരോ ഏതെങ്കിലും ഗുരുതരമായ ക്രിമിനൽ കേസിൽ അറസ്റ്റിലാവുകയും തുടർച്ചയായി 30 ദിവസം പോലീസ് കസ്റ്റഡിയിലോ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ കഴിയേണ്ടി വരികയോ ചെയ്താൽ അവർ പദവി ഒഴിഞ്ഞിരിക്കണം. കസ്റ്റഡി കാലാവധിയുടെ 31 ദിവസം അവർ സ്വമേധയാ രാജിവെച്ചില്ലെങ്കിൽ അവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് നിയമപരമായി സ്വയമേവ സംഭവിക്കും. ഈ മാറ്റം നടപ്പിലാക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയുടെ 3 പ്രധാന അനുച്ഛേദങ്ങളിലാണ് ഭേദഗതി വരുത്തുന്നത്. കേന്ദ്ര മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അനുച്ഛേദം 75, സംസ്ഥാന മുഖ്യമന്ത്രിമാരെ നിയന്ത്രിക്കുന്ന അനുച്ഛേദം 164, ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശത്തിന്റെ പ്രത്യേക പദവി നിയന്ത്രിക്കുന്ന അനുച്ഛേദം 239 എന്നിവയിലാണ് മാറ്റം വരുന്നത്. ഈ പുതിയ നിയമം എല്ലാ കേസുകൾക്കും ഒരുപോലെ ബാധകമല്ല. ഇതിനായി 2 പ്രധാന നിബന്ധനകളാണ് ബില്ലിൽ മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമതായി, പ്രതി ചേർക്കപ്പെട്ട നേതാവ് 5 അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ, അതായത് വൻ സാമ്പത്തിക തട്ടിപ്പ്, അഴിമതി, രാജ്യദ്രോഹം അല്ലെങ്കിൽ മറ്റു ക്രൂരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കണം. രണ്ടാമതായി, അറസ്റ്റിലായതിനു ശേഷം തുടർച്ചയായി 30 ദിവസം കസ്റ്റഡിയിൽ പൂർത്തിയാക്കിയിരിക്കണം. 31 ദിവസമാകുമ്പോൾ കേന്ദ്രമന്ത്രിമാർക്ക് രാഷ്ട്രപതിയോ സംസ്ഥാന മന്ത്രിമാർക്ക് ഗവർണറോ യഥാക്രമം പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഉപദേശപ്രകാരം ഇവരെ പിരിച്ചുവിടാം. എന്നാൽ കസ്റ്റഡിയിലുള്ളത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആണെങ്കിൽ 32 ദിവസം അവർ സ്വയമേവ പദവിക്ക് പുറത്താകും. അതേസമയം ഒരു നേതാവ് 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ടാലും പിന്നീട് കോടതി അവർക്ക് ജാമ്യം അനുവദിക്കുകയോ കുറ്റവിമുക്തൻ ആക്കുകയോ ചെയ്താൽ അവർക്ക് വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരാം. ഇതിനായി അവർക്ക് സഭയിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടായാൽ മാത്രം മതിയാകും. ഈ ബിൽ നിലവിൽ BJP MP അപരാജിത സാരംഗി അധ്യക്ഷയായ 31 അംഗ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയിലാണ്. പ്രതിപക്ഷ ഇന്ത്യ സഖ്യം JPC നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിച്ചിരിക്കുന്നു. എങ്കിലും വിവിധ പ്രതിനിധികളുമായും നിയമവിദഗ്ധരുമായും കമ്മിറ്റി ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കമ്മിറ്റി തങ്ങളുടെ കരട് റിപ്പോർട്ട് ഉടൻ പൂർത്തിയാക്കും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ചില പ്രത്യേക മുൻകരുതലുകൾ കമ്മിറ്റി ശുപാർശ ചെയ്തേക്കുമെന്നാണ് സൂചന. ഏറെ ശ്രദ്ധേയമാകുന്നത് നിലവിലെ നിയമവും പുതിയ ബില്ലും തമ്മിലുള്ള താരതമ്യമാണ്. നിലവിലെ നിയമപ്രകാരം ഒരു ജനപ്രതിനിധിയുടെ യോഗ്യത നഷ്ടപ്പെടണമെങ്കിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കുറഞ്ഞത് 2 വർഷത്തെ തടവ് ശിക്ഷയെങ്കിലും വിധിക്കണം. എന്നാൽ പുതിയ ഭേദഗതി ബിൽ അനുസരിച്ച് കോടതി ശിക്ഷാവിധിയുടെ ആവശ്യം ഇല്ല. മറിച്ച് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ 30 ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ മാത്രം മതിയാകും. അതുപോലെ നിലവിൽ അന്വേഷണ ഏജൻസികളുടെ അറസ്റ്റ് കൊണ്ട് മാത്രം പദവി നഷ്ടപ്പെടില്ല. ജാമ്യം ലഭിക്കുന്നതുവരെ ജയിലിൽ കിടന്നും ഭരിക്കാം. എന്നാൽ പുതിയ നിയമത്തിൽ FIR-ഉം റിമാൻഡും വഴി 30 ദിവസം കഴിഞ്ഞാൽ പദവിയിൽ നിന്ന് സ്വയമേവ നീക്കാൻ സാധിക്കും. സഭയിലെ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസമുള്ളിടത്തോളം കാലം അധികാരത്തിൽ തുടരാം എന്നതാണ് നിലവിലെ രീതിയെങ്കിൽ
പുതിയ ബിൽ പാസ്സായാൽ സഭയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും കസ്റ്റഡി കാലാവധി 30 ദിവസം പിന്നിട്ടാൽ അധികാരം ഒഴിയേണ്ടി വരും. തിരിച്ചുവരവിന്റെ കാര്യത്തിലും വലിയ മാറ്റമുണ്ട്. നിലവിൽ ഉയർന്ന കോടതി ശിക്ഷാവിധി സ്റ്റേ ചെയ്യുകയോ അപ്പീലിൽ കുറ്റവിമുക്തനാകുകയോ ചെയ്താൽ മാത്രമേ വീണ്ടും മത്സരിക്കാൻ കഴിയൂ. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ജാമ്യം ലഭിക്കുകയോ കസ്റ്റഡിയിൽ നിന്ന് മോചനാവുകയോ ചെയ്താൽ സഭയിലെ ഭൂരിപക്ഷത്തോടെ വീണ്ടും പദവി ഏറ്റെടുക്കാം. ജയിലിൽ നിന്നുള്ള ഭരണം ജനാധിപത്യത്തിന് അപമാനമാണെന്നും ജയിൽ മുറികളിലിരുന്ന് ക്യാബിനറ്റ് ഫയലുകളിൽ ഒപ്പിടുന്നത് ഭരണത്തിന്റെ അന്തസ്സിനെ ബാധിക്കുമെന്നുമാണ് ഭരണപക്ഷത്തിന്റെ പ്രധാന വാദങ്ങൾ. നീതിന്യായ വ്യവസ്ഥയിലെ കാലതാമസം കാരണം അന്തിമവിധി വരാൻ പതിറ്റാണ്ടുകൾ എടുക്കുമെന്നതിനാൽ അതുവരെ ക്രിമിനലുകൾക്ക് ഭരിക്കാൻ അവസരം നൽകരുതെന്നും അവർ വ്യക്തമാക്കുന്നു. എന്നാൽ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ ഒരാൾ നിരപരാധിയാണ് എന്നതാണ് ഇന്ത്യൻ നിയമത്തിന്റെ ആണിക്കല്ല് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. കേവലം ഒരു അറസ്റ്റിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരിയെ പുറത്താക്കുന്നത് നീതിയല്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ കെട്ടിച്ചമച്ച കേസിൽ അറസ്റ്റ് ചെയ്ത് 30 ദിവസം ജയിലിലിട്ടാൽ ഒരു സംസ്ഥാന സർക്കാരിനെ വിശ്വാസ വോട്ടെടുപ്പ് പോലും ഇല്ലാതെ കേന്ദ്രത്തിന് വീഴ്ത്താൻ കഴിയും. ഇത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുമെന്നും പ്രതിപക്ഷം ആശങ്കപ്പെടുന്നു. ഭരണഘടനാ ഭേദഗതി എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസ്സും ഫെഡറലിസത്തിന്റെ ഭാവിയും നിർണയിക്കുന്ന വലിയൊരു വഴിത്തിരിവാണ്. ഭാരതത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ നിയമം പാസ്സാകുമോ അതോ പ്രതിപക്ഷ പ്രതിരോധത്തിന് മുന്നിൽ കേന്ദ്രത്തിന് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഈ വിഷയത്തിലെ എല്ലാ തത്സമയ അപ്ഡേറ്റുകളും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും. തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങൾ കനത്ത പോരാട്ടത്തിന്റേതാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വിഷയത്തിലെ ഓരോ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളും നിയമവശങ്ങളും തത്സമയം അറിയാൻ ചാനൽ തുടർന്നും കാണുക. നന്ദി, നമസ്കാരം.